ഈ ഒരു ഐറ്റമേ എനിക്ക് ഇത്രയും പ്രതീക്ഷയൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആദ്യ പരീക്ഷണമാണിത്. ഒരു ദിവസം രാവിലെ എണീറ്റ് മോന് എന്ത് കൊടുത്തു വിടുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് കറി വെക്കാനുള്ള സമയമൊന്നുമില്ല. കാര്യം അല്പം താമസിച്ചു വേണം ഉറക്കം എണീക്കാൻ. അപ്പം കണ്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ. അന്നേരം തോന്നിയ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഞാനിതങ്ങ് സ്ഥിരമാക്കിയാലോ എന്നൊരു ചിന്തയും ഉണ്ട്. അന്ന് ഞാനും ഉച്ചയ്ക്ക് ഇത് തന്നെയാണ് കഴിച്ചത്. എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പം കണ്ടോ ഈ കാണിച്ച ഐറ്റംസ് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ബിരിയാണി റൈസ് ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കിന് 2 ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ചേർക്കുമ്പോഴാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് 1 കപ്പ് വെള്ളം കൂടെ. അതായത് ഞാൻ 2 കപ്പ് അരി എടുത്തത് കൊണ്ട് 3 കപ്പ് വെള്ളം. 2 കപ്പ് ബീട്രൂട്ട് ജ്യൂസും 1 കപ്പ് സാദാ വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിൽ ഇത് റെഡിയായി കിട്ടും. നല്ലൊരു മണമാണ്, നല്ലൊരു കളറാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു പപ്പടോ ഒരു സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ്? ട്രൈ ആക്കല്ലേ? ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.